ഈ പറയണതൊക്കെ ശരിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് 5 പൈസ പോലും കളയാതെ എവിടെയും പോയി ട്രാവലും അങ്ങനെ ട്രിപ്പ് ഒന്നും പോയി അടിച്ചു പൊളിക്കാതെ അങ്ങനെ സ്വരുക്കൂട്ടി ജീവിക്കുന്ന ഒരു കൊച്ചാണ്. എനിക്ക് ഞാൻ ഒരുപാട് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. 1-2 വട്ടം ഞാൻ ഈ ഫ്ലവേഴ്സിലെ പ്രോഗ്രാം പോയപ്പോഴാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്തോഷമല്ലേ നമ്മുടെ കൂടെയുള്ള ഒരു പെൺകുട്ടി, വീട് നോക്കുന്ന ഒരു പെൺകുട്ടി, അവൾ സ്ട്രഗിൾ ചെയ്യുന്ന, അവളുടെ ഇപ്പോൾ സ്ട്രഗിളിംഗ് ഒന്നും കുറഞ്ഞില്ലേ? ഇത്രയും പൈസ ഇനി കുറച്ചുനാൾ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഗെയിമും ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഗെയിം കളിച്ചവര് 3 പേര് തന്നെയാണ് ലാസ്റ്റ് വന്നത്. 3 പേര് തന്നെയാണ് ലാസ്റ്റ് വന്നത്. പിന്നെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. വിൻ ചെയ്യാന്നുള്ളത് ഭാഗ്യം. PR ഒരു പരിധി വരെ എല്ലാം സത്യം തന്നെയാണ്. ഗെയിം കളിക്കാതെ ഒരിക്കലും ചുമ്മാ PR കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. ഗെയിമും കളിക്കണം, PR വേണം. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും PR ഉണ്ട്. ഇവിടെയുള്ള വലിയ താരങ്ങൾക്ക് PR ഉണ്ട്. ഇവിടെയുള്ള വലിയ പൊളിറ്റീഷ്യന്മാർക്ക് PR ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. എത്രയൊക്കെ കേട്ടാലും കണ്ടാലും മനസ്സിലാവാത്ത കുറേ പേരുണ്ട്. അവർക്കായിട്ട് ഞാൻ ഈ വീണ പറഞ്ഞ ഈ ഡയലോഗുകൾ ഒന്ന് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഫൈസലിക്ക, അതായത് മലബാർ ഗോൾഡന്റെ ഉടമയായിട്ടുള്ള ഫൈസലിക്ക പുതിയൊരു പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടതിന്റെ വിവാദം കത്തി അടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അതേ പുതിയ വിവാദ പോസ്റ്റ് ആവോ എന്താവോ എന്ന് അറിയില്ല. എന്തായാലും ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റ്, ആതിരയുടെ അടുത്തും നൂറയുടെ അടുത്തും ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റുമായിട്ട് ഫൈസലിക്ക എത്തിയിട്ടുണ്ട്. പോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം വായിക്കാം. ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് മറ്റേ വീണ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോ ആ പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കാം കേട്ടോ. അതിലെയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പ്രതീക്ഷിച്ചതിനുമപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റും ഉയർന്നുവെന്നും ഇത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു. അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം. ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം. സംഭവം പോസ്റ്റ് ഇതാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അല്ല, ഒരു വിവാദ പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പൊ ദിവസം ഇത്രയായി. ഇതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ ആൾക്ക് മനസ്സിലായതെന്ന് തോന്നുന്നു അല്ലെ? ഇത്രയും ദിവസം എടുത്തു കാര്യങ്ങൾ പലതും മനസ്സിലാവാൻ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നിയില്ലേ ആ കാര്യങ്ങൾ കേട്ട സമയത്ത്? അല്ല, ഇതിലിപ്പോ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെയൊക്കെ ബഹുമാനിക്കുന്നു. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, സത്യത്തിൽ അന്ന് ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ഈ പറയുന്ന വ്യക്തിക്ക് ബോധമുണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണോ ബോധം വന്നത് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി. കാരണം മറ്റൊന്നല്ല കേട്ടോ, അന്ന് ആ ഇട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര്, ഇവരെ എതിർക്കുന്ന ഒരുപാട് പേര് ആ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് കൊണ്ട് ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്യാരക്ടർ അവിടെ ഇല്ലാതായ പോലെ എനിക്ക് തോന്നാണ്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. ഒന്നല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഒന്നല്ലെങ്കിൽ ഇവരെ എതിർത്തുകൊണ്ട്. ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവരെ വിളിച്ചു വരുത്തി, അത് കഴിയുമ്പോൾ ഇവരെ എല്ലാവരും കൂടി അതിന് ചോദ്യം ചെയ്തപ്പോൾ ഇവരെ എതിർത്ത് സംസാരിച്ചു, വളരെ മോശമായിട്ട് ഹരാസ്മെന്റ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു. ഇപ്പൊ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു വശപ്പിച്ചക്കാണ് ഈ പോസ്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് കൊണ്ട് അവിടെ എന്താ പറയാ, ഈ ഇക്കയുടെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതങ്ങ് ഇല്ലാതായ പോലെ എനിക്ക് ഈ പോസ്റ്റ് കണ്ട സമയത്ത് തോന്നിയത്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു സ്റ്റാൻഡ് ഉണ്ടായേനെ. ഇപ്പൊ മൊത്തത്തിൽ ഒരു സ്റ്റാൻഡില്ലാത്തൊരവസ്ഥ. അതാണ് നിലവിൽ എനിക്ക് ഈ പോസ്റ്റ് കൊണ്ട് തോന്നിയൊരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോകളിൽ ഈ പറയുന്ന പോസ്റ്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത്. അതായത് ആദ്യം ഇട്ട ആ ഒരു പോസ്റ്റ്
വിവാദമായ ആ പോസ്റ്റ് ഒഴിവാക്കാമായിരുന്നു. ബിഗ് ബോസിൽ അവർ പങ്കെടുത്ത് പ്രശസ്തരായതുകൊണ്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അവരവിടെ വന്നു, അവരെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചു വന്നു, അവർ പോയി. ഇനിയിപ്പോൾ ആരെന്ത് ചോദിച്ചാലും അവർ ഒരു ഗസ്റ്റായിട്ട് വന്നതാണ്, അവർ കണ്ടുപോയി, അതിൽ കൂടുതൽ എനിക്ക് അവരുമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന കാര്യമായിരുന്നു അത്. അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഭയങ്കര വിവാദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് ഇത്ര 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ക്ഷമാപണമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മൊത്തത്തിൽ ഏതിലെ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഈ വ്യക്തി എന്നുള്ളത് എന്നെ കൺഫ്യൂഷനാക്കാണ്. അദ്ദേഹം വലിയൊരു ആളായിരിക്കാം, ഒരുപാട് പേരൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ടായിരിക്കാം, എന്തൊക്കെ ചെയ്താലും ഇപ്പം എടുത്ത ഈ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇപ്പം എടുത്ത ഈ ഒരു നിലപാടിനോട് എനിക്കൊട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനൊരു ഡബിൾ സ്റ്റാൻഡ് എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നുള്ളൂ ഈ ഒരു വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ ആരും തെറി വിളിക്കേണ്ട, ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരു ഡബിൾ സ്റ്റാൻഡ്, അങ്ങനെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ആ വ്യക്തിയെ ഞാൻ അപമാനിച്ചതൊന്നുമല്ല, ആ വ്യക്തി ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മാറി മാറി ഇടുന്ന സമയത്ത് മാറി മാറി ഒരേ ഇതോള് മാറിക്കൊണ്ടിരിക്കല്ലേ, ഒരു തീരുമാനം കൃത്യമായിട്ടില്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയാനുള്ള റീസൺ. പിന്നെ നമ്മുടെ വീണ നായർ അനുമോളെ കുറിച്ച് പറഞ്ഞത്, അവിടെ അനുമോള് വിജയിക്കാൻ അർഹയാണോ യോഗ്യയാണോ എന്നൊരു ചോദ്യം ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ഒരു ചോദ്യം തന്നെയാണ് വീണയുടെ അടുത്ത് ചോദിച്ചത്. വീണ അതിന് കൃത്യമായിട്ട് മറുപടിയും പറയുന്നുണ്ട്. ആ കുട്ടിക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്, പൈസ സ്വരൂപിച്ച് വെച്ച് ഒരു ടൂർ പോവാതെയും ജീവിതത്തിലെ സന്തോഷങ്ങൾ കുറേ കണ്ടെത്താതെ സ്വരൂപിച്ച് വെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് അത് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ടോപ്പ് 3 വന്ന മത്സരാർത്ഥികൾ അതിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള മത്സരാർത്ഥികളായിരുന്നു. അവരിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ലായിരുന്നു, അനുമോള് ജയിച്ചതിൽ സന്തോഷമാണ് ഉള്ളത് എന്ന് പറയുന്ന വീണയെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടോപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഡിസർവിങ് ആയിട്ടുള്ള ടോപ്പ് 5 ആണ് എൻ്റെ മനസ്സിൽ ഈ ടോപ്പ് 5 എന്ന് പറയുന്നത്. അതിൽ ഇപ്പം ആർക്ക് കിട്ടിയാലും അത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും അനുമോൾക്ക് ഒരു പൊടിക്ക് കിട്ടണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചത് പല പല റീസൺ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അത് കിട്ടുകയും ചെയ്തു. അത് അംഗീകരിക്കാൻ മനസ്സിലാതെ കുറേ പേര് ഇപ്പോഴും കിടന്നത് മൂങ്ങുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇതിൽ വീണ പറഞ്ഞതാണ് ശരി, ആ കുട്ടി അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്, ആ കുട്ടിക്ക് PR ഉണ്ടായിരുന്നു, എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഗെയിമും PR-ഉം കൂടി വന്ന സമയത്ത് അത് കൂടുതൽ ഹൈപ്പ് കിട്ടി, കൂടുതൽ വിജയിക്കാനായിട്ടുള്ള കൂടുതൽ അവിടെ വോട്ട് കിട്ടി. അല്ലാതെ PR വിചാരിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ വോട്ടൊന്നും വരാനായിട്ട് പോകുന്നൊന്നുമില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് അവിടെ വോട്ട് വരാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് അവിടെ കിട്ടി. അതും വീണ പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാർക്ക്, സിനിമാക്കാർക്ക് എല്ലാവർക്കും PR ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PR ഇല്ലാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു ഫെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറമേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ PR-ന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഒരു PR തന്നെയായിരുന്നു അനുമോൾക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, അനുമോൾ ഒരു ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അവിടെ ഫാൻസ് മീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അവിടെ അനുമോള് പറയുന്നുണ്ട്, സത്യത്തിൽ ഈ PR എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരോട് പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് PR ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടാകുന്നോ എല്ലാവരോടും ചോദിച്ചു. അവരെല്ലാവരും അയ്യോ ഞങ്ങൾക്കില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു, ചിലവരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം വന്നപ്പോൾ ഇത് എനിക്കുള്ള ആയുധമാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നോർമലി എല്ലാവരും വെക്കുന്ന കാര്യമല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചു പോയതാണ്. പക്ഷെ ലക്ഷങ്ങളുടെ കണക്കൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ ലക്ഷങ്ങളെ കണക്ക് എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ടായിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പൊട്ടത്തിയാണെന്നാണ് എനിക്കത് കേട്ട സമയത്ത് തോന്നിയത്. സത്യത്തിൽ അതിനുള്ളിലേക്ക് തുടക്കത്തിൽ കയറി ചെന്നപ്പോൾ ഈ PR എന്താണെന്നോ PR-ന്റെ ഇങ്ങനെ എനിക്ക് PR ഉണ്ടെന്ന് പറയാൻ പാടില്ലാന്നോ എന്നുള്ള ബോധമൊന്നും ഈ പറയുന്ന അനുമോൾക്കില്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, അടി കൊടുത്ത് അടി വാങ്ങിയതാണ് സത്യം പറയുകയാണെങ്കിൽ അനുമോൾ എന്ന് പറയേണ്ടി വരും. അതാണ് അവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വടി വെച്ചുകൊണ്ട് എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ബിൻസിയാണ്. ബിൻസിക്ക് ഇങ്ങനെ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അതിന് ഈ ബിൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ബിൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്? വെറും 2 ആഴ്ച മാത്രം ബിഗ് ബോസിൽ നിന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്? ബാക്കി എത്രയോ ദിവസങ്ങൾ നിന്ന മത്സരാർത്ഥികളുണ്ട് അവിടെ. അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിലൊരു മര്യാദയുണ്ട്. വെറും 2 ആഴ്ച, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള 2 ആഴ്ചയാണ് അവിടെ ബിൻസി നിന്നിട്ടുള്ളത്. ആ ബിൻസിയുടെ അടുത്ത് എന്നിട്ട് ബിഗ് ബോസിനെ കുറിച്ച്, ബിഗ് ബോസിൽ എന്താണുള്ളത്, മനു ഇങ്ങനെയാണ്, എന്താണ് ഇതാണെന്നൊക്കെ ചോദിക്കാൻ എന്ത് സത്യസന്ധമായ മറുപടി കിട്ടുമെന്നാണ് പറയുന്നത്. അവിടെ ബിൻസിയുടെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയുന്നു എന്നല്ലാതെ അതിൽ എന്താണുള്ളത്? വെറും 2 ആഴ്ച നിന്ന ഒരാൾക്ക് ഈ 100 ദിവസങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് വെറും 2 ആഴ്ച നിന്ന ആളുടെ അടുത്ത് നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് എന്തുണ്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവര്
സത്യം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഇന്റർവ്യൂസിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബിൻസിനെ കൊണ്ടുവന്നിരുത്തുന്നത്. എന്താ വെച്ചാൽ ബിൻസി പറയുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ എങ്ങനെയായാലും ഇന്റർവ്യൂവിന് നല്ല റീച്ച് കിട്ടും. ആ റീച്ചിന് വേണ്ടിയിട്ട് ബിൻസിനെ കൊണ്ടിരുത്തിയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് അത്രമാത്രം എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നുള്ളൂ കേട്ടോ. കാരണം അല്ലാണ്ട് ബിൻസിയുടെ അടുത്തൊന്നും ചോദിച്ചിട്ട് ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം വെറും നിന്നത് 2 ആഴ്ചയാണ്. അതിലും അപ്പുറം നിന്ന് 80-90 ദിവസം നിന്ന് എത്ര പേരുണ്ട്. അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും കാര്യമുണ്ട്. ഇവിടെ ഈ ബിൻസിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് നടക്കണ്ട് കുറെ പേര്. എന്നിട്ട് ബിൻസി ആണെങ്കിൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ തോന്നി മാസങ്ങൾ വിളിച്ച് പറയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്. അങ്ങനെയെങ്കിലും ഫേമസ് ആവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷെ മോളെ, ഇങ്ങനെ ഫേമസ് ആയിട്ട് ഒരു കാര്യമില്ല. കാരണം നാറ്റ കേസാണ്, വെറും നാറ്റക്കേസ്. ആ നാറ്റക്കേസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പറഞ്ഞു കൊടുക്കാനായിട്ട് വീട്ടുകാർക്കും കഴിവില്ലാന്ന് തോന്നുന്നു, ഫ്രണ്ട്സിനെയും കഴിവില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ സ്വയം നാറിയോണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നല്ല, നമ്മുടെ ആദില നൂറയുടെ വിഷയമൊക്കെ ആയിരുന്നു. ആദില നൂറയുടെ വിഷയമൊക്കെ ഇപ്പം ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട്. കെട്ടടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഒരു വിവാദ പോസ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇതിനി വിവാദമാവുമോ കത്തുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്ഷമിക്കണോ വേണ്ടയെന്നൊക്കെ ആദിലയും നൂറയും തന്നെ തീരുമാനിച്ചോട്ടെ. എന്തായാലും എന്താ വെച്ചാൽ ആദിലും നൂറയും ചെയ്ത തെറ്റുകളോട് തന്നെ നമുക്ക് ക്ഷമിക്കാനായിട്ട് പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു. എന്നിട്ട് പോലും ഇത് റിയൽ കാര്യമാണ്. അപ്പൊ അത് നടക്കോ ക്ഷമിക്കോ ഇല്ലേ എന്നൊന്നും പറയാനായിട്ട് നമ്മളാളല്ല. അപ്പൊ അവർ തമ്മിലുള്ള കാര്യങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്യട്ടെ, അവർ തന്നെ സംസാരിച്ച് സോൾവ് ചെയ്യട്ടെ. ക്ഷമയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ. എന്തായാലും ക്ഷണിച്ചു വരുത്തി ഒരു അപമാനിക്കുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റും കാര്യങ്ങളും. പക്ഷെ ഒന്നോർത്ത് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ ഇതിലും കൂടുതൽ നല്ലതായിരുന്നു. ഇത് ഒരിക്കലും സ്റ്റാൻഡില്ലാതെയുള്ള ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്കെന്തോ യോജിപ്പ് തോന്നുന്നില്ല.